വരില്ല, വരും, വരില്ല. ജോ, ഇതെന്താ സഞ്ചരിക്കുന്ന ആക്രിക്കടയോ? കണ്ടാലറിയില്ലേ, ഏതോ പട്ടിക്കാട് കേസാ. അണ്ണാ ரொம்ப தேங்க்ஸ் அண்ணா. தேங்க்ஸ் சொல்ல வேண்டியது நான் தான். ஆண்டவா, என் உசுரை காப்பாத்தியதுக்கு ரொம்ப தேங்க்ஸ். റിപ്പോർട്ട് ചെയ്യാനുള്ള ബെല്ല. ജോ വാ, നമുക്ക് കേറാം. ആദ്യം എൻട്രൻസ് എക്സാം മിസ്സാക്കിയല്ലോ. Yes, sit down, sit down. Good morning, dear students. എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു കാര്യം ഞാൻ ആദ്യമേ എല്ലാവരോടും പറയുവാണ്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. കേറിക്കോട്ടെ. താങ്ക് യു സർ. 10 മണി കഴിഞ്ഞു. ഇനി എക്സാം എഴുതാൻ ആര് വന്നാലും ഞാൻ കയറ്റില്ല. അറിയാമല്ലോ, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഓക്കെ? എന്റെ ഈശ്വരാ, എന്നാലും എന്റെ പേന ആരാതെ അവൻ പോയിക്കളഞ്ഞല്ലോ. ഇവനിന്ന് എക്സാം എഴുതാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. വെറുതെ മനുഷ്യനെ ടെൻഷൻ അടുപ്പിച്ച് കൊന്നു. എന്റെ അളിയ, ഈ ആദ്യം ഒരു കാര്യം തീരുമാനിച്ചതാ. ഏത് മാർഗം ഉപയോഗിച്ചും അത് ഞാൻ നടത്തിയെടുക്കും. ഇതിപ്പോ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? അതെ, എന്റെ പേന. അപ്പൊ അത് നീയായിരുന്നല്ലേ? ഞാൻ പിന്നെ ഞാനല്ലേ ആവൂ. നീ ഒരു പെരുങ്കള്ളനാന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ. പക്ഷെ ഇങ്ങനൊരു ഭൂലോകം ഉടായിപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഫൂലോ ഉടായിപ്പന്നിട്ട് മറ്റവൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഫൂ അല്ലടാ, ഭൂലോകം. നിന്നൊക്കെ ആരെ മലയാളം പഠിപ്പിച്ചത്? ഇവനെ പോലെ ഒരു തെമ്മാടിക്ക് പരീക്ഷ എഴുതാനാണല്ലോ എന്റെ പൂജിച്ച പേന ഞാൻ കൊടുത്തത്. ഈശ്വരാ, എന്റെ പേന തട മരത്തലയാ. ഇപ്പൊ തരാടി. നിന്റെ പേന വെറുക്കെടുക്ക്. മര്യാദക്ക് വന്ന് പരീക്ഷ എഴുതിട്ട് പോരുന്ന എന്നെ ഈ അവസ്ഥയിലാക്കിയത് നീയല്ലടി മാരമാക്കുറി. എന്തായാലും നീ പറഞ്ഞ 5 സ്റ്റാർ വള്ളി കൊള്ളാം. വള്ളിയോ? ഏതോ പട്ടിക്കാട്ടിന്ന് കുറ്റിയും പറിച്ചു വന്ന് ഈ ക്യാമ്പസില് ആളാകാൻ നോക്കണ്ട. ഇതേ ഞങ്ങളുടെ ക്യാമ്പസാ. ഭീഷണി അല്ലേ ഏട്ടാ? ഫോൺ ചത്തപ്പോ ഇരുട്ടിലായെന്ന് ഞാൻ വിചാരിച്ചതാ. ഏട്ടനെ വിളിച്ച് വരാൻ പറയാനും പറ്റില്ല, മൊബൈലിലെ ടോർച്ചും ഇല്ല. നീ ഇരുട്ടിലാകാൻ ഈ ഏട്ടൻ സമ്മതിക്കുമോ മാളൂട്ടി? അത് പോട്ടെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ശ്രീയേട്ടാ, ഒന്നും പറയണ്ട. സമയത്തിന് എത്താൻ പറ്റുന്ന പോലും വിചാരിച്ചതല്ല. അയ്യോ, അതൊന്നും പറ്റി? വലിയ കഥ അതൊക്കെ. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് സമയത്ത് എത്താനും പറ്റി, വൃത്തിയായിട്ട് എഴുതാനും പറ്റി. അത് മതി. വാ, നിനക്ക് ഈ എൻട്രൻസ് എന്തായാലും കിട്ടും. പഠിച്ച് പാസ്സായി നല്ലൊരു ജോലി വാങ്ങണം. അച്ഛനൊരു താങ്ങാവണം. അച്ഛന്റെ തലയിലെ ഏറ്റവും വലിയ ഭാരം ആ സഹകരണ ബാങ്കിലെ ലോണാ. എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ച് ആ ലോൺ അടച്ചു തീർക്കണം എനിക്ക്. ദൈവം സഹായിച്ച ഒക്കെ നടക്കും മാളൂട്ടി. മാളൂട്ടി, അതെ, നീ കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞോ. എനിക്ക്
ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ആണോ? പൊളിച്ചു. എവിടുന്ന പെൺകുട്ടി? അത് നമ്മുടെ പുത്തുമ്പരക്കിലെ അച്യുതൻ നമ്പ്യാർ സാറിന്റെ ചെറുത്. അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണോ ഞാൻ. നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണമെന്ന് മാത്രമേ അച്ഛൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞതനുസരിച്ച് നീ ജീവിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ നിന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനൊന്നും ആവില്ലായിരുന്നു. ഇഷ്ടമുള്ളൊരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് നിഷേധിച്ച ആളാ നമ്മുടെ അച്ഛൻ. അതുകൊണ്ട് തന്നെയാ ഈ ജന്മത്തിൽ വിവാഹം വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചത്. ഇപ്പോ അമ്മൂനോടും അതേ ദ്രോഹം അച്ഛൻ ചെയ്യാൻ പോകുന്നെ. അന്ന് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഈ വീട്ടിൽ ആരുടെ നാവും പൊങ്ങിയില്ല. പക്ഷേ ആ ദ്രോഹം സ്വന്തം മോളോട് നിങ്ങളെങ്കിലും ചെയ്യരുത് രാജേട്ടാ. പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കൊരിക്കലും അതൊന്നും മനസ്സിലാവില്ല. എന്തിനും ഏതിനും അച്ഛനെ ശത്രുവായി കാണാനാണല്ലോ നിനക്ക് പണ്ടേ താല്പര്യം. മനസ്സിലാവാത്തതേ നിങ്ങൾക്കൊക്കെയാ. ആരുടെയെങ്കിലും തീരുമാനങ്ങള് നടപ്പിലാക്കാനുള്ളൊരു വസ്തുവല്ല ഒരു പെണ്ണിന്റെ ജീവിതം.